നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ വരെ ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ടി വരും. പ്രധാനമായിട്ട് അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് ഓട്സും അതുപോലെ തന്നെ പഴവും. ഇതൊക്കെ അധികമായി കഴിച്ചു കഴിയുമ്പോൾ, അതായത് ഡെയിലി കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മടുപ്പ് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ഒഴിവാക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിനായിട്ടൊരു സ്മൂതിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയും അതുപോലെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നതും കാലോറി വളരെ കുറഞ്ഞതുമായ ഒരു സ്മൂതിയാണിത്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു സ്മൂതി തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ടേസ്റ്റി ആയിട്ടുള്ള ഈ വെയിറ്റ് ലോസ് സ്മൂതി തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പഴം. ഡയറ്റ് ബാലൻസ് ചെയ്യാൻ പഴം സഹായിക്കും. ഇതിൽ ധാരാളം വൈറ്റൽ ന്യൂട്രിയൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. പഴം മറ്റെന്തെങ്കിലും ചേരുവകളുടെ കൂടെ കഴിക്കുന്നതിനാലാണ് ഇത് വെയിറ്റ് ലോസിന് സഹായിക്കുക. വിശപ്പ് കുറയാനും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഓട്സ് ആണ് വേണ്ടത്. ഇവിടെ ഓട്സ് വറുത്തെടുത്തിട്ടുണ്ട്. ഹെൽത്തി കാർബ്സും ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളും ഇത് കഴിച്ചാൽ ഉണ്ടാകും. ഓട്സ് കഴിച്ചാൽ തടി കുറയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ക്യാൻസറും ഹൃദ്രോഗങ്ങളും കുറയ്ക്കാൻ വരെ ഓട്സ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി വേണ്ടത് കറുവപ്പട്ട പൊടിച്ചതാണ്. ധാരാളം ഫാറ്റ് അടങ്ങിയ ആഹാരം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബാഡ് എഫക്ട്സ് കുറയ്ക്കാൻ കറുവപ്പട്ട സഹായിക്കും. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് ബദാം മിൽക്കാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ബദാം പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ പാലുകളെ അപേക്ഷിച്ച് ബദാം മിൽക്കിന് കാലോറി കുറവാണ്. ഇത് വെയിറ്റ് ലോസിനും പ്രമേഹം കുറയാനും ഒക്കെ സഹായിക്കും. ഇത് നമുക്ക് പാലാക്കി എടുക്കണം. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടിയാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ബദാം പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഉള്ളത്. നമുക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വളരെ കുറച്ച് വെള്ളം മാത്രമാണുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബദാം മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോകുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഇവിടെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണുള്ളത്. ഇതിട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വരെ ഇടാം. അതിനുശേഷം അതിലേക്ക് കറുവപ്പട്ട പൊടിച്ച് വെച്ചിരിക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് പഴം ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ പഴം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് സ്മൂതി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പേസ്റ്റ് പോലെയാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയും കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പ് നന്നായിട്ട് മാറും. അപ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ കഴിക്കാം. കൂടുതൽ എഫക്റ്റ് രാവിലെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും. ഒരുപാട് കാലോറി ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് വളരെ എളുപ്പത്തിൽ ഇത് സഹായിക്കും. മാത്രമല്ല ഇതിൽ പഞ്ചസാര ചേർത്തില്ലെന്നോ അല്ലെങ്കിൽ മധുരം ചേർത്തില്ലെങ്കിൽ കൂടിയും ഇതിന് നല്ല മധുരമാണുള്ളത്. ഒരുപാട് മധുരമല്ല, എന്നാൽ ആവശ്യത്തിന് മാത്രം മധുരമാണുള്ളത്. അപ്പോൾ നിങ്ങളും ഈ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് സ്മൂതി ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.